ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ചിന്തകളും പ്രവർത്തന ശൈലിയും സാധാരണക്കാരിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കുന്നു. ജീവിതഗന്ധിയായ പല വിഷയങ്ങളും ബ്ലോഗ് എഴുത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ ഡോക്ടർ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു ബ്ലോഗ്, അതിൻ്റെ വിഷയം സമചിത്തത എന്നതാണ്. ജീവിതത്തിൽ നമ്മളേറെ പ്രാവശ്യം കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയം സമചിത്തത. ആ ഒരു വിഷയത്തെ ഡോക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഡോക്ടർ ഈ വിദേശത്തും നമ്മുടെ നാട്ടിലുമൊക്കെയായി ജീവിതത്തെ നോക്കിക്കണ്ട, പരിശീലനം ലഭിച്ച ഒരു സർജനാണങ്ങ്. പ്രത്യേകിച്ച് ഈ ഒരു ഔദ്യോഗിക രംഗത്തൊക്കെ ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങൾ അങ്ങേക്കുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും മറ്റുള്ളവർ കൂടി അറിയണമെന്ന ഒരു പിടിവാശിയിൽ തന്നെ അങ്ങ് ബ്ലോഗ് എഴുത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സമചിത്തത എന്ന ഒരു അർത്ഥവത്തായ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മൾ പലരും കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് സമചിത്തത എന്ന ഒരു വിഷയത്തിൽ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കുക. സമചിത്തത, സമം എന്ന് പറഞ്ഞാൽ ഈക്വൽ, ചിത്തത എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്, മനസ്സ്, ചിത്തം എന്ന് പറയുന്നത് മനസ്സ്. അപ്പം ഒരേപോലെ എല്ലാത്തിനെയും വീക്ഷിക്കുക എന്നുള്ളതാണ് സമചിത്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പുറത്ത് കാണുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ മനസ്സിലാക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള രൂപമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് മനസ്സിലുള്ളത് മാത്രമേ നമ്മൾ പുറത്ത് കാണുകയുള്ളൂ എന്ന്. അപ്പോൾ ഓരോന്നും പുറത്ത് കാണുന്നതിന് അതിൻ്റേതായ ഒരർത്ഥമില്ല. അതെല്ലാം ന്യൂട്രലാണ്, നിഷ്പക്ഷമാണ്. നമ്മൾ അതിനെന്ത് അർത്ഥം കൊടുക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം. അതനുസരിച്ചാണ്, ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്. ഉദാഹരണമായിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ അരണ്ട വെളിച്ചത്തിൽ പാമ്പിനെ കണ്ട് ഭയപ്പെട്ട ഒരാൾ അതേ അതേ അരണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കാണുകയാണെങ്കിൽ വീണ്ടും അത് പാമ്പായിരിക്കുമെന്ന് ചിന്തിക്കും. ആ കയറിനെ പാമ്പാക്കുന്നത് ഈ ഭയപ്പെട്ട ആളാണ് ആ പാമ്പിനെ അവിടെ സൃഷ്ടിക്കുന്നത്. ആ കയറിനെ ഇയാളെ കൊല്ലാനുള്ള ശക്തി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കാൻ സാധിക്കും. ഏത് രീതിയിൽ ആ പാമ്പിനോട് പ്രതികരിക്കുന്നോ, ആ കയറിനോട് പ്രതികരിക്കുന്നതോ അതിന് എന്തുമാത്രം പാമ്പിൻ്റെ സാദൃശ്യവും പാമ്പിൻ്റെ ശക്തിയും അതിനെ ഇയാൾ പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പാമ്പിനെ സൃഷ്ടിച്ചത്. കയർ വെറും കയറാണ്. ഇയാൾ പാമ്പിനെ സൃഷ്ടിച്ചു. ആ പാമ്പിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നു. അതിനെ തല്ലിക്കൊല്ലാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മറ്റുള്ളവരെ കൊണ്ട് അതിനെ കൊല്ലിക്കാനോ ഒക്കെ പുള്ളി ശ്രമിക്കുന്നത് പുള്ളിയുടെ ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ സൃഷ്ടിക്കുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളെ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനോടും നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അർത്ഥം അനുസരിച്ചാണ്. ബുദ്ധദേവൻ്റെ അടുത്ത് ഒരാൾ വളരെ പരുഷമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരുപാട് അപമാനിച്ചപ്പോൾ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു, ഇത്രയും അപമാനിതനായിട്ടും അങ്ങ് യാതൊരു പ്രതികരണവും ഇല്ലാതെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരാൾ എനിക്കൊരു പൊതിക്കെട്ട് കൊണ്ട് തരിക, അല്ലെങ്കിൽ ഒരു എൻവലപ്പിനകത്താക്കി അടച്ചു കൊണ്ട് തരിക, അത് തുറന്നു നോക്കണോ വേണ്ടായോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. തുറന്നു നോക്കി എന്താണെന്ന് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ അങ്ങ് വിട്ടേക്കാവുന്നുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല, അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോന്നിനും ഏത് വാക്കുകൾ എത്ര ഉപദ്രവകരമായിട്ടുള്ള സംഗതികളാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള സംഗതികളാണെങ്കിലും നമ്മൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യം മാത്രമേ അതിനുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഉള്ള മനോഭാവം, നമ്മുടെ മനസ്സിൽ നേരത്തെ നമ്മൾ
ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ശത്രുക്കളെ നമ്മൾ ആരെങ്കിലും നമ്മളോട് എതിര് പോരുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഭയമാണ്. ആൾ നമ്മളെ ഉപദ്രവിക്കുകയും കൊന്നുകളയും, നമ്മൾ ബലഹീനനാണ്, അയാളെന്നെക്കാളും ശക്തനാണ്, അതാണ് എന്നുള്ള ചിന്തകളെല്ലാം മനസ്സിൽ വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. അതേസമയം അതേക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാതെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു കാരണത്തെ അടിക്കുന്നവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, മറ്റേ കാരണം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിക്കുന്നവൻ എന്താ, അവനൊന്നുകൂടി അടിച്ചെന്ന് വരും. പക്ഷേ ഇദ്ദേഹം യാതൊരു രീതിയിലും തിരിച്ച് അറ്റാക്ക് ചെയ്യലെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ചിന്തിക്കും, ഈ അടിക്കുന്നതിൽ അർത്ഥമുണ്ടോ, ഇവനെ അടിച്ചിട്ട് എന്നെ കാര്യം, വിശേഷം എന്താണെന്നും പറഞ്ഞ് പുള്ളി സ്വയം അങ്ങ് മാറിയെന്ന് വരും. അത് ആ സംഘർഷം ഒഴിവാക്കാൻ സാധിക്കും. രണ്ട് കൈയും കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ എന്ന് പറയുകയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷെ നമ്മൾ പ്രതികരിക്കുന്നതനുസരിച്ചാണ്, ഏതിനോടാണേലും പ്രതികരിക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ റിയാക്ഷൻ, ആ പ്രതിഫലനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പ്രതികരണത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സമചിത്തത ഉണ്ടാകുന്നത്. നമ്മുടെ ഭഗവത്ഗീതയിൽ ഒരിതുണ്ട്, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനിയും. അതായത് ആത്മാവിൽ വിലയം പ്രാപിച്ചവൻ, അതായത് ആത്മജ്ഞാനമുണ്ടായവൻ, സ്വയം മനസ്സിലാക്കിയവൻ അപമാനത്തെയും മാനത്തെയും ഉഷ്ണത്തെയും ചൂടിനെയും ഉഷ്ണത്തെയും തണുപ്പിനെയും ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ കാണും. വ്യത്യസ്തമായിട്ട് കാണത്തില്ല. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരേ ഇതിൻ്റെ രണ്ട് സ്പെക്ട്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ അതിനെ പ്രാധാന്യം കൊടുക്കാതിരിക്കും. അപ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കും. അപ്പോൾ മറ്റേ ആളിന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. ആൾ ചിലപ്പം വേറെ പലരോടും ദേഷ്യപ്പെട്ട്, ഇപ്പം എന്നെ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ വേറെ പലരോടും ദേഷ്യപ്പെട്ട പണങ്ങി വന്നു കഴിഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഷൗട്ടിങ് തീർന്നു കഴിഞ്ഞാൽ അയാൾ തന്നെ അപ്പോളജൈസ് ചെയ്ത് തിരിച്ചു പോയെന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മനസമാധാനം ഉണ്ടാകും, ഒരുപാട് മാനസിക സംഘർഷം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവരാണ് വാസ്തവത്തിൽ നമ്മുടെ മിത്രങ്ങൾ. കാരണം നമ്മുടെ സ്നേഹിതരെന്നും പറയും നമ്മുടെ കൂടെ നടക്കുന്നവരെ, ചിലപ്പം നമ്മുടെ ബലഹീനതയെ മുതലെടുക്കാൻ നടക്കുന്നവരായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ, നമ്മൾ മണ്ടത്തരം പറഞ്ഞാലും ശരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്ത് കുറച്ചുകൂടെ മണ്ടത്തരം പറഞ്ഞോട്ടെന്ന്. അല്ലെങ്കിൽ അവരത് കാര്യമായിട്ട് കണക്കാക്കത്തില്ല. നമ്മളെ പ്രീതിപ്പെടുത്താവുന്നിടത്തോളം കാലം അവർ വലിയ സ്നേഹിതരാണെന്നുള്ള മട്ടിൽ അവരും നടക്കും, നമ്മളും അങ്ങനെ ചിന്തിക്കും. പക്ഷേ വാസ്തവത്തിലൊരു ശത്രുവാണ് വാസ്തവത്തിൽ നമുക്കൊരു മിററാണ്. നമുക്ക് അവനാണ് നമ്മുടെ വൈകല്യം എന്താണെന്ന് കാണിച്ചു തരുന്നത്. അത് നമ്മൾ സമചിത്തതയോടെ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയാൾ എന്നാണെന്ന് പറഞ്ഞാലും ശരി, അയാൾ പറഞ്ഞതിനകത്ത് വല്ല കഴമ്പുമുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അത് അപഗ്രഥിച്ച് നോക്കി അതിനകത്ത് അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ വ്യത്യാസം വരുത്താവുന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ പ്രയോജനപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തോടും ഒന്നിനെയും വിധിക്കരുത്, ആ വിധി കൊണ്ട് നീയും വിധിക്കപ്പെടുമെന്ന് ബൈബിളിനകത്ത് പറയുന്നത് വളരെ സത്യമാണ്. നമ്മൾ എല്ലാത്തിനെയും സമചിത്തതയോടെ, എല്ലാത്തിനെയും ഒരുപോലെ വീക്ഷിക്കുക. മനസ്സിലായത്? സുഖവും ദുഃഖവും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീക്ഷിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യക്തത നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും, നമ്മൾ എന്താ പറയുന്നതെന്നും ചെയ്യുന്നതെന്നും. പിന്നെ ഒരു പറഞ്ഞുകൊണ്ട്, ഇഫ് യു ഗെറ്റ് സവർ ലെമൺ മേക്ക് ലെമണേഡ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന്. അതായത് പുളിക്കുന്ന ഒരു നാരങ്ങയാണ് വിധി നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നതെങ്കിൽ അതിൽ നിന്ന് മധുരമുള്ള ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ പഠിച്ചാൽ ജീവിതം മാധുര്യമുള്ളതായിരിക്കും. ആ മധുരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. സമചിത്തത എന്ന ഒരു വിഷയത്തെക്കുറിച്ച് എത്ര അർത്ഥവത്തായി ഡോക്ടർ നമ്മളോട് ലളിതമായി സംസാരിച്ചുവെന്ന് നോക്കുക. ജീവിതം സുഖവും ദുഃഖവും നിഴലും നിലാവും വിജയവും പരാജയവും ഒക്കെ ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ സമചിത്തതയോടുകൂടി നമ്മൾ അഭിമുഖീകരിച്ചാൽ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും, സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. പുളിയും ചമർപ്പും ഒക്കെയുള്ള നാരങ്ങയിൽ നിന്ന് ഒരു നല്ല അല്ലെങ്കിൽ നാരങ്ങ വെള്ളം മധുരകരമായി ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ആ ഒരു ദുഃഖങ്ങൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവയെയൊക്കെ
സമചിത്തതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായും ജീവിതത്തെ ഒരു വൻ വിജയമാക്കി മാറ്റാം എന്ന ഒരു ആശയമാണ് ഡോക്ടർ നമ്മളുമായി പങ്കുവച്ചത്.